വിസയിൽ ജോലി ചെയ്യുന്നവർക്കും പ്രത്യേകിച്ച് ടെക്സസിൽ ടീച്ചിംഗ് എഡ്യൂക്കേഷൻ മേഖലയിൽ കരിയർ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന മലയാളി പ്രൊഫഷണലുകൾക്കും ആശങ്കയുണ്ടാക്കുന്ന ഒരു പ്രധാന വാർത്തയാണ് ഇപ്പോൾ യുഎസിൽ നിന്നും പുറത്തുവരുന്നത്. ടെക്സസിലെ പബ്ലിക് സ്കൂൾസിൽ H-1B ജീവനക്കാരെ നിയമിക്കുന്നത് പൂർണ്ണമായും തടയാനുള്ള നിയമനിർമ്മാണ നിർദ്ദേശവുമായി ഗവർണർ ഗ്രെഗ് ആബട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ടെക്സാസിലെ പബ്ലിക് സ്കൂൾസിൽ H-1B ജീവനക്കാരുടെ എണ്ണം കൃത്യമായി 0 ആയിരിക്കണമെന്നാണ് ഗവർണറുടെ നിലപാട്. അപ്പോൾ ഈ നിർദ്ദേശം എന്താണ്? ആരൊക്കെയാണ് ഇത് ബാധിക്കുക? നിലവിൽ ടെക്സസിൽ H-1B വിസയിൽ ജോലി ചെയ്യുന്ന മലയാളികൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. കഴിഞ്ഞ വർഷം ജനുവരിയിൽ ടെക്സസിലെ സർക്കാർ ഏജൻസികളിലും പബ്ലിക് യൂണിവേഴ്സിറ്റികളിലും പുതിയ H-1B വിസ അപേക്ഷകൾ സമർപ്പിക്കുന്നത് തടയാനുള്ള ഉത്തരവ് ഗവർണർ ആബട്ട് നൽകിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ ഈ നിയന്ത്രണം K-12 പബ്ലിക് സ്കൂൾ ഡിസ്ട്രിക്റ്റുകളിലും വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പബ്ലിക് സ്കൂളിൽ ഫോറിൻ ഇൻഫ്ലുവൻസ്, വിദേശ ആശയപ്രചാരണം എന്നിവ തടയുക, അതോടൊപ്പം പ്രാദേശിക അമേരിക്കൻ പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുക എന്നിവയാണ് ഈ നീക്കത്തിന്റെ പ്രധാന കാരണങ്ങളായി ഭരണകൂടം പറയുന്നത്. ഫെഡറൽ ഗവൺമെന്റ് H-1B വിസ നിയന്ത്രണങ്ങളിൽ വേണ്ടത്ര കർശന നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും അതിനാൽ സംസ്ഥാന തലങ്ങളിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ട സാഹചര്യമാണെന്നും ഗവർണർ വ്യക്തമാക്കുന്നു. എന്നാൽ ഈ നീക്കം ടെക്സസിലെ സ്കൂൾ ഡിസ്ട്രിക്റ്റുകൾക്ക് വലിയ വെല്ലുവിളിയാകാനാണ് സാധ്യത. കാരണം അമേരിക്കയിൽ പബ്ലിക് സ്കൂൾസിൽ ഏറ്റവും കൂടുതൽ H-1B ജീവനക്കാരെ നിയമിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ടെക്സാസ്. സയൻസ്, മാത്തമാറ്റിക്സ്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, പ്രത്യേകിച്ച് ബൈലിംഗ്വൽ എഡ്യൂക്കേഷൻ തുടങ്ങിയ മേഖലകളിൽ സംസ്ഥാനത്ത് അധ്യാപകരുടെ വലിയ കുറവുണ്ട്. ഈ ഒഴിവുകൾ നികത്താൻ വിദേശത്തു നിന്നുള്ള യോഗ്യനായ അധ്യാപകരെ H-1B സ്പോൺസർഷിപ്പ് നൽകി നിയമിക്കുന്ന രീതിയാണ് പല സ്കൂൾ ഡിസ്ട്രിക്റ്റുകളിലും പിന്തുടരുന്നത്. ഉദാഹരണത്തിന് ടെക്സസിലെ പ്രധാന സ്കൂൾ ഡിസ്ട്രിക്റ്റുകളിൽ ഒന്നായ ഡല്ലാസ് ISDയിൽ മാത്രം 171-ലധികം H-1B അധ്യാപകർ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. മറ്റു പ്രധാന സ്കൂൾ ഡിസ്ട്രിക്റ്റുകളിലും 100 കണക്കിന് വിദേശ പ്രൊഫഷണലുകൾ ജോലി ചെയ്യുന്നുണ്ട്. ടെക്സാസ് എഡ്യൂക്കേഷൻ ഏജൻസി ചൂണ്ടിക്കാണിക്കുന്ന അധ്യാപക ക്ഷാമം പരിഹരിക്കാനാണ് യോഗ്യതയുള്ള വിദേശ അധ്യാപകരെ നിയമിച്ചതെന്നാണ് സ്കൂൾ അധികൃതരുടെ നിലപാട്. എന്നാൽ പുതിയ നിയമം നിലവിൽ വന്നാൽ ഇവരുടെ H-1B എക്സ്റ്റൻഷനുകളിലും റിന്യൂവലുകളിലും തടസ്സം നേരിടാൻ സാധ്യതയുണ്ട്. പുതിയ നിർദ്ദേശം H-1B ജീവനക്കാരുടെ നിയമനം തടയുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. വിദേശ സർക്കാരുകളിൽ നിന്നോ വിദേശ ഏജൻസികളിൽ നിന്നോ ഫിനാൻഷ്യൽ സപ്പോർട്ട്, ഗ്രാന്റ്സ്, ഗിഫ്റ്റ്, പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് തുടങ്ങിയവ സ്വീകരിക്കുന്നതിലും പബ്ലിക് സ്കൂൾസിന് നിയന്ത്രണം കൊണ്ടുവരാനാണ് നിർദ്ദേശം. ചില സ്കൂൾ ഡിസ്ട്രിക്റ്റുകൾ വിദേശ ഗ്രാന്റുകൾ ഉപയോഗിച്ച് ലാംഗ്വേജ് ലേണിംഗ്, കൾച്ചറൽ പ്രോഗ്രാംസ് തുടങ്ങിയവ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പബ്ലിക് സ്കൂൾസിൽ ഫോറിൻ ഗവൺമെന്റ് ഫൈനാൻഷ്യൽ പാർട്ടിസിപ്പേഷൻ ഒഴിവാക്കാനുള്ള കർശന നിലപാട് ടെക്സാസ് സ്വീകരിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഗവർണർക്ക് ഒറ്റയ്ക്ക് ഈ നിരോധനം നടപ്പിലാക്കാൻ കഴിയില്ല. ടെക്സാസ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ ബില്ല് പാസാക്കി നിയമമായാൽ മാത്രമേ ഇത് പ്രാബല്യത്തിൽ വരൂ. വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഈ ബില്ല് ചർച്ച ചെയ്യപ്പെടും. നിയമസഭാ ബില്ല് പാസാക്കുകയാണെങ്കിൽ നിലവിൽ H-1B വിസയിൽ ജോലി ചെയ്യുന്നവരുടെ വിസ റിന്യൂവൽ, എക്സ്റ്റൻഷൻ എന്നിവയെയും പുതിയതായി ടെക്സസിലെ പബ്ലിക് സ്കൂളിൽ ജോലിക്കെത്താൻ ആഗ്രഹിക്കുന്നവരെയും ഇത് ബാധിക്കാം. അപ്പോൾ ടെക്സസിൽ H-1B വിസയിൽ ജോലി ചെയ്യുന്ന മലയാളികൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യമായി, നിലവിൽ പബ്ലിക് സ്കൂൾ ഡിസ്ട്രിക്റ്റുകളിൽ H-1B വിസയിൽ ജോലി ചെയ്യുന്ന അധ്യാപകരും മറ്റു പ്രൊഫഷണലുകളും ഇമിഗ്രേഷൻ അറ്റോർണിയുമായി സംസാരിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് വിസ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ പെർമനന്റ് റെസിഡൻസി അഥവാ ഗ്രീൻ കാർഡിനുള്ള PERM അല്ലെങ്കിൽ ലേബർ സർട്ടിഫിക്കേഷൻ നടപടികൾ ആരംഭിക്കാൻ ആലോചിക്കുന്നവർ നിലവിലെ സാഹചര്യം കൃത്യമായി മനസ്സിലാക്കണം. രണ്ടാമതായി, അമേരിക്കയിൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ടീച്ചിംഗ് പഠനം പൂർത്തിയാക്കി ടെക്സസിലെ പബ്ലിക് സ്കൂളിൽ ജോലി തേടുന്ന വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും മറ്റ് സാധ്യതകൾ കൂടി പരിഗണിക്കണം. പ്രൈവറ്റ് സ്കൂൾസ്, ക്യാപ് എക്സംപ്റ്റ്, H-1B സ്പോൺസർഷിപ്പ് ലഭിക്കാൻ സാധ്യതയുള്ള മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവ പരിശോധിക്കണം. J-1 എക്സ്ചേഞ്ച് വിസിറ്റർ വിസ പോലെയുള്ള മറ്റ് വിസ ഓപ്ഷനും യോഗ്യതയുണ്ടെങ്കിൽ പരിഗണിക്കാം. അതുപോലെ തന്നെ അമേരിക്കയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ തൊഴിൽ അവസരങ്ങൾ പരിശോധിക്കുന്നതും ഒരു ബദൽ മാർഗമാണ്. H-1B വിസ ഒരു ഫെഡറൽ ഇമിഗ്രേഷൻ പ്രോഗ്രാമാണ്. എന്നാൽ സംസ്ഥാന സർക്കാരുകൾക്ക് അവരുടെ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനിലും ടാക്സ് പേയർ മണി ഉപയോഗിച്ചുള്ള നിയമങ്ങളിലും ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കാം. അതുകൊണ്ട് തന്നെ ടെക്സസിൽ മാത്രമല്ല അമേരിക്കയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും H-1B സംബന്ധിച്ച് ഉണ്ടാകുന്ന പോളിസി ചേഞ്ചസ് മലയാളി പ്രൊഫഷണലുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ, IT തുടങ്ങിയ മേഖലകളിൽ H-1B വഴി ജോലി ചെയ്യുന്നവർ സ്വന്തം വിസ സ്റ്റേറ്റസ്, എംപ്ലോയർ സ്പോൺസർഷിപ്പ്, എക്സ്റ്റൻഷൻ, ഗ്രീൻ കാർഡ് പ്രോസസ് എന്നിവയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് സുരക്ഷിതം. ഒടുവിൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം.
ഇത് നിലവിൽ പ്രാബല്യത്തിൽ വന്ന H-1B നിരോധനം അല്ല, നിയമസഭയിൽ പരിഗണിക്കപ്പെടേണ്ട നിയമനിർമ്മാണ നിർദ്ദേശമാണ്. അതുകൊണ്ട് നിയമം പാസ്സാകുമോ, എപ്പോൾ പ്രാബല്യത്തിൽ വരും, നിലവിലുള്ള H-1B ജീവനക്കാരെ എങ്ങനെ ബാധിക്കും തുടങ്ങിയ കാര്യങ്ങളിൽ ഔദ്യോഗിക നടപടികൾ വരുന്നതുവരെ കാത്തിരിക്കേണ്ടതുണ്ട്. അമേരിക്കയിലെ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വരുന്ന ഓരോ മാറ്റവും മലയാളി പ്രൊഫഷണലുകൾ കൃത്യമായി നിരീക്ഷിക്കണം. US ഇമിഗ്രേഷൻ രംഗത്തെ പുതിയ വാർത്തകൾ തത്സമയം അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.